വീണ്ടും ഒരു ജീവൻ കൂടി ഗാർഹിക പീഡനത്തിൽ പൊലിഞ്ഞിരിക്കുന്നു. കൊല്ലം സ്വദേശി അതുല്യ ജീവനൊടുക്കും മുൻപ് ഭർത്താവിന്റെ ക്രൂരപീഡനങ്ങളെല്ലാം ചിത്രീകരിച്ച് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു. ഇവയിലൂടെ പുറത്തുവരുന്നത് അവൾ അനുഭവിച്ച സമാനതകളില്ലാത്ത യാതനകളാണ്. മകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരപീഡനങ്ങളെക്കുറിച്ച് അതുല്യയുടെ മാതാപിതാക്കൾക്ക് അറിയാമെങ്കിലും ഒരുപക്ഷെ അവരെ പിന്നോട്ട് വലിച്ചത് സമൂഹമുയർത്തുന്ന പലതരം ചോദ്യങ്ങളായിരിക്കാം. ജീവൻ പോയപ്പോഴാണ് മകളുടേത് കൊലപാതകമെന്നുള്ള ആരോപണവും അവൾ നിരന്തരം പീഡനം സഹിച്ചിരുന്നുവെന്നുമുള്ള വിവരം പുറത്തു പറയാൻ അവർ തുനിഞ്ഞത്. അതുകൊണ്ട് തന്നെ അതുല്യയെ കൊടും ക്രൂരതയ്ക്കിരയാക്കിയ സതീഷിനൊപ്പമല്ലെങ്കിലും അവളുടെ മരണത്തിൽ ചെറുതല്ലാത്ത പങ്ക് അച്ഛനമ്മമാർക്കുമുണ്ട്. പലപ്പോഴും ഇത്തരം സംഭവങ്ങളിൽ അച്ഛനമ്മമാരുടെ നിസ്സംഗ നിലപാടുകൾ മക്കളുടെ മരണത്തിലേക്ക് എത്തിക്കാറുണ്ട്. സമാനമാണ് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ട വിഭജികയുടെ ജീവിതവും അതിനു മുൻപ് വിസ്മയുടെ ജീവിതവും. ആശ്വാസത്തിന്റെ രക്ഷയുടെ കരങ്ങൾ ഇരുവർക്കും മുന്നിലേക്ക് ആരെങ്കിലും ഒന്ന് നീട്ടിയിരുന്നെങ്കിൽ ഈ രണ്ട് ജീവനുകളും നമുക്ക് മുന്നിൽ ഉണ്ടായേനെ. സ്ത്രീധനം, കുടുംബമഹിമ, വിവാഹമോചനത്തിന്റെ പേരിലുണ്ടാകുന്ന ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും ഈ കെട്ടുപാടുകളും മാമൂലുകളും എന്ന് അവസാനിപ്പിക്കുന്നുവോ അന്ന് മാത്രമേ ഈ ക്രൂരതകൾക്ക് പരിഹാരമുണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പുറത്തുവരുന്ന വാർത്തകൾ ഒട്ടും തന്നെ ആശ്വാസമല്ല. ഇത് സംബന്ധിച്ച കണക്കുകൾ കൂടി കൂട്ടി വായിക്കുമ്പോൾ മാത്രമേ ഇതിന്റെ ഭീകരത മനസ്സിലാവുകയുള്ളൂ. സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷത്തിനിടെ സ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിന്റെ കണക്കുകൾ ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. 1.38 ലക്ഷം സ്ത്രീകൾക്കെതിരെയാണ് ഈ കാലയളവിൽ അതിക്രമങ്ങൾ ഉണ്ടായത്. 32,123 സ്ത്രീകൾ ഭർത്താവിന്റെയോ ബന്ധുക്കളുടെയോ ക്രൂരതയ്ക്ക് ഇരയായിട്ടുണ്ട്. 6,329 സ്ത്രീകൾ ലൈംഗികാതിക്രമം നേരിട്ടിട്ടുണ്ടെന്നും സർക്കാരിന്റെ തന്നെ കണക്കുകൾ പറയുന്നു. 596 സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയതായും കേസുകളുണ്ട്. ഈ കാലയളവിൽ 99 സ്ത്രീധന മരണങ്ങളാണ് ഉണ്ടായത്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ കുറ്റകൃത്യങ്ങൾ കൂടുന്നതായാണ് കാണുന്നത്. 2022 ആകെ കുറ്റകൃത്യങ്ങൾ 18,943 ആണെങ്കിൽ 2023 ആയപ്പോഴേക്കും അത് 18,980 ഉയർന്നു. ആസൂത്രണ ബോർഡ് കഴിഞ്ഞ ജനുവരിയിൽ നിയമസഭയിൽ സമർപ്പിച്ച കണക്കിലെ വിവരങ്ങളാണിതൊക്കെ. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലും വനിതാ കമ്മീഷനിലും 2016 മുതൽ 2024 സെപ്റ്റംബർ വരെ രജിസ്റ്റർ ചെയ്ത കണക്കുകൾ. അതിനുശേഷം ഇന്ന് വരെയുള്ള കണക്കുകൾ എടുക്കുകയാണെങ്കിൽ അത് ഇതിലും കൂടും. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത് പരാതികളും കേസുകളുമായി പുറത്തു വന്ന കണക്കുകളാണ്. അതിനൊക്കെ അപ്പുറത്താണ് പുറത്തു വരാത്ത കണക്കുകൾ. വ്യക്തിത്വത്തിനുമേൽ ആണഹന്ത തീർക്കുന്ന പ്രഹരം ഏറ്റുവാങ്ങാനുള്ളതല്ല തന്റെ ജീവിതമെന്ന തിരിച്ചറിവും അതിനെ തൻ്റെ ഇടത്തോടെ നേരിടാനുള്ള കഴിവും ഓരോ പെൺകുട്ടികൾക്കും കിട്ടണമെങ്കിൽ സ്വന്തം വീടും വീട്ടുകാരും അതിനനുസരിച്ച് പാകപ്പെടേണ്ടതുണ്ട്. ആൺകുട്ടികൾക്ക് ഇതിൽ ആദ്യ പാഠം നൽകേണ്ടത് വീടുകളിൽ നിന്നാണ്. പങ്കാളിയെ പരസ്പര ബഹുമാനത്തോടെയും വിശ്വാസത്തോടെയും എങ്ങനെ കാണണമെന്ന് ഒരാൺചിന്തയെ രൂപപ്പെടുത്തിയെടുക്കാൻ വലിയ പങ്കുവഹിക്കാൻ കഴിയുക അച്ഛനമ്മമാർക്ക് തന്നെയാണ്.